രക്ഷാദൌത്യത്തിന് വ്യോമസേന പണം ചോദിക്കുന്നത് കേരളത്തോടുള്ള വിവേചനമെന്ന പ്രചാരണം സിപിഎമ്മിന്റെ തന്ത്രമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പ്രതിരോധ വകുപ്പിന്റെ സാധാരണ നടപടിക്രമത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പടർത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കത്തെഴുതിയിരിക്കട്ടെ, ഇതില് ഈ റൂൾ അനുസരിച്ചിട്ട് തന്നെ പറയുന്നത്, ഇതിൽ വേണമെങ്കിൽ പാർഷ്യലായിട്ട് ചില സംസ്ഥാനങ്ങൾ normally the central government adjusts this cost while disbursing the relief package to the state, and sometimes the state bears the cost partially. ചില സംസ്ഥാനങ്ങൾ പറയും ഞങ്ങളുടെ കിട്ടാനുള്ള പണത്തിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഈ പണം കൂട്ടിയിട്ട് കേന്ദ്രം തരും. പക്ഷെ തരുന്നത് പ്രതിരോധ വകുപ്പല്ല, തരുന്നത് ആഭ്യന്തര വകുപ്പാണ്. കാരണം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൊടുക്കേണ്ടത് പ്രതിരോധ വകുപ്പിനാണ്. ഈ പണം ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ്. ആ നികുതി പണം നിയമപരമായിട്ട് മാത്രമേ കൈകാര്യം ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാർ വെക്കുന്ന നിബന്ധന. കാരണം 1970 ആംഡ് ഫോഴ്സ് ആക്ട് പ്രകാരവും 1990 ഗവൺമെന്റ് അക്കൌണ്ടിംഗ് റൂൾ പ്രകാരവുമുള്ള നടപടി മാത്രമാണ് ഇത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ ചട്ടമാണ് ഇതെന്നും വ്യോമസേനയുടെ ബിൽ കേരളം അടയ്ക്കേണ്ടി വരില്ലെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു.